വീഡിയോയുടെ ഡിസ്ക്ലൈമറിന് കൂടെ ഒരു കാര്യം കൂടെ അപ്ഡേറ്റ് ചെയ്യാം. ഈ വീഡിയോയിലുള്ളിൽ കാണുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ ലെങ്ത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. അപ്പം മാക്സിമം ഞാൻ വേണ്ട കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇഫ് യു വാച്ച് യു ക്യാൻ വാച്ച്, അതർവൈസ് യു ക്യാൻ സ്കിപ്പ്. ഓക്കെ, അതർവൈസ് നിങ്ങൾക്ക് 2x ഇട്ടിട്ട് വീഡിയോ കാണാം. ഇറ്റ്സ് അപ് ടു യു. എനിവേ, വാച്ച് ദ വീഡിയോ. ഇറ്റ്സ് അപ് ടു യു. ഇവിടെ ഞാൻ വാച്ച് ചെയ്യുന്നത് ഇതിപ്പം ഗോൾഡാണ്. ആൻഡ് ലൈക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിന് കുറച്ച് ഏറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദ റീട്രേസ്മെൻറ്റ് ആൻഡ് മിറ്റിഗേഷൻ ടു സ്വീപ്പ് ഔട്ട് ദ ബൈ സൈഡ്. ഇതൊരു ബൈ സൈഡാണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് ഓക്കെ, അതിൽ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് ആണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതിന് ഒബ്വിയസ്ലി ഇവിടെ നല്ല സ്പ്രെഡ് ഉണ്ടായതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ ഓക്കെ, ഞാൻ വെയിറ്റിംഗ്. എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, എക്സിക്യൂട്ട് എക്സിക്യൂഷൻ ലേ ഇത് മാത്രം നോക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പ്രെഡുണ്ട്. സോ standard okay, just watch the price and obviously എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ലോയിലായിരിക്കും. പക്ഷേ എത്രത്തോളം പ്രൈസ് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലോ ആണെങ്കിലും ഞാൻ കുറച്ചുകൂടി താഴോട്ട് വെക്കുവാണ്, ബിക്കോസ് ദർ ഈസ് എ റീസൺ. സോ ഇവിടെയാണ് സെല്ല്, ഞാനിവിടെയാണ് വെച്ചേക്കുന്നത് ബിക്കോസ് ഓഫ് ദി സ്പ്രെഡ്. സോ ഞാനതിനെ ഒന്ന് മാർക്ക് ചെയ്യാണ്. ഇതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. 1:2 എന്ന് പറയുന്നത് ഇതാണ്. സോ ദിസ് ഈസ് 1:2 ആൻഡ് ബൈ സൈഡ് ലിക്വിഡിറ്റി ഇതാണ്. ഓക്കെ, ആൻഡ് വാച്ച് ദ പ്രൈസ്. ഓക്കെ, ഞാൻ ഫർദർ റീട്രേസ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇവിടുന്ന് ഒരു ബുള്ളിഷ് റൺ ആയിരിക്കും. ഈ കാണുന്ന ഡൗൺ ക്ലോസ് ക്യാൻഡിലിൻ്റെ താഴെ ഒരു ബോഡി ക്ലോസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സോ ഇഫ് ഇവിടുന്ന് ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ ബുള്ളിഷ് റണ്ണിൽ ഞാൻ എൻ്റെ പൊസിഷൻസ് ആഡ് ചെയ്യും മോർ. വെയിറ്റിംഗ് ആൻഡ് ആഡിങ് മോർ പൊസിഷൻ ഓൺ my meta. Sorry. So price is bullish. Price is going to be bullish. Price is going to be bullish. Is that a clean bullish that we are seeing? Yes. സോ ഈ കാണുന്ന ഗ്യാപ്പിൽ നിന്നൊരു റീട്രേസ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഐ വോണ്ട് ടു സീ എ ക്ലീൻ ബുള്ളിഷ് റൺ അപ്പ് ടുവേർഡ്സ് ദിസ് ബൈ സൈഡ് ലിക്വിഡിറ്റി. റീട്രേസ്മെൻറ്റ് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം, ദാറ്റ്സ് ഓക്കെ. ബട്ട് ഐ വോണ്ട് സീ എ ബുള്ളിഷ്, ഡീപ്പ് ബുള്ളിഷ്, ഒരു എനർജറ്റിക് ബുള്ളിഷ് റൺ. Okay, marking the midline. Retracements. Adding one more on that wick.
ഞാനിപ്പം ഗോൾഡ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ലെറ്റ് സി, ഐ മീൻ ഈ ഒരു ട്രേഡിൽ ആസ് ഓഫ് നൗ ജസ്റ്റ് ഫോക്കസിങ് ഓൺ ഗോൾഡ്. ആൻഡ് എനിക്ക് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ വെക്കാം, ബട്ട് ഈ ഒരു ഏരിയയിൽ ബിക്കോസ് ഓഫ് ദ സ്പ്രെഡ് ട്രേഡിംഗ് വ്യൂവിൽ ഞാൻ പ്രത്യേകിച്ചും ചെയ്യുന്നില്ല, ഇവിടെ തന്നെയാണ്. ഓക്കെ, understand the liquidity and how price react to over liquidity. That's all the matter. That's a clean bullish order flow for me, so I'm not expecting a deep retracement. So ഈവൻ ഇത് സ്റ്റോപ്പ് ലോസ് എനിക്ക് ഇവിടെ വെക്കാമെങ്കിൽ പോലും ഒരു പാർഷ്യൽസ് ആവുന്ന വരെ ജസ്റ്റ് വെയിറ്റിംഗ്. കൺസിഡറിങ് ദിസ് ആസ് മൈനർ ആൻഡ് ദിസ് വൺ ആസ് മേജർ. ഞാൻ ഈ IFEG ഫോം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ IFEG പ്ലസ് മാർക്ക് ചെയ്തു. അത് ഓർഡർ ഫ്ലോ മനസ്സിലാക്കുക. ബയാസ് എന്ന് പറയുന്ന ഷിറ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല. ആ ഒരു ക്രാപ്പിൽ പോയി ചാടാതിരിക്കുക. ഐ മീൻ ഐ ഡോണ്ട് യൂസ് ബയാസ്, ഐ ഡോണ്ട് കെയർ അബൌട്ട് ബയാസ്, ഐ ഡോണ്ട് യൂസ് ഡെയിലി ബയാസ്. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, ബ്രോ ബയാസ് എങ്ങനെയാണ് നോക്കുക, ഡെയിലി ബയാസ് വെച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക. ഐ ഡോണ്ട് യൂസ് ബയാസ്, ടു ബി ഓണസ്റ്റ്, ഐ ഡോണ്ട് യൂസ് ദം. ആൻഡ് ഇവിടെ ഓൾറെഡി പാർഷ്യൽസ് ആയിട്ടുണ്ട്, ബട്ട് ബിക്കോസ് ഓഫ് ദ സ്പ്രെഡ്. പക്ഷേ ഓക്കെ, ആൻഡ് നമ്മൾ പാർഷ്യൽസ് എടുത്തിട്ടുണ്ട്. ആൻഡ് another partials here. So that's it. ഇനിയിപ്പോൾ ഇത് ബ്രേക്ക് ഈവൻ ആയി അടിച്ചാലും വി ഡോണ്ട്, ഐ മീൻ സീ ദ റൺ, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ടൈം മെഷീൻ ഞാൻ വിളിക്കുന്നത്. ലൈക്ക് യാ, എൻ്റെ ഒരു പുതിയൊരു പ്രോജക്റ്റാണ് ടൈം മെഷീൻ. യാ, വാച്ചിങ് ദിസ് ഏരിയ ഓഫർ. ഇത് ഓൾറെഡി ഏരിയസ് എല്ലാം ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചാണ്. സോ ഐ ഡോണ്ട് വോണ്ട് ടു സീ എ ഡീപ്പ് റീട്രേസ്മെൻറ്റ്. ഈവൻ ഈ ഒരു ഏരിയയിൽ റീട്രേസ്മെൻറ്റ് നോക്കുക. ആൻഡ് മിറ്റിഗേറ്റിംഗ് ദ ഏരിയാസ് ആൻഡ് റണ്ണിങ് ഹയർ. അപ്പ് മൂവ്, ഡൗൺ മൂവ്, ക്ലിയർലി റീപ്രൈസ്ഡ് ആസ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്. സോ അത് ഞാൻ മാർക്കൗട്ട് ചെയ്യാണ്. കൺസിഡറിങ് ദിസ് ആസ് ബാലൻസ്ഡ് റേഞ്ച്, BPR. The rest of the trade are running on break even. നമ്മുടെ യൂറോയിൽ എടുത്ത ഒരു പേപ്പർ, ഐ മീൻ എടുത്ത ഒരു എൻട്രി, ഐ ഡോണ്ട് കെയർ. യൂറോ ഞാൻ ഗോൾഡാണ് ഫോക്കസ് ചെയ്യുന്നത്. ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് ഈ ഒരു ഏരിയ നടക്കാൻ പോകുന്നത്. സോ ഇഫ് ദ ഏറ്റവും വേർസ്റ്റ് സിനാരിയോ ഈസ് ബ്രേക്ക് ഈവൻ. സോ ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ്, ജസ്റ്റ് വെയിറ്റിംഗ് ദ പ്രൈസ് ഡെലിവറി. സ്റ്റിൽ ബൈ സൈഡ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. സോ ഈ ഒരു ഏരിയയിലെ റീപ്രൈസ് ആണ് ഞാൻ അടുത്ത് നോക്കുന്നത്. കൺസിഡറിങ് ദിസ് ആസ് BC ആസ് ഓഫ് നൗ until it's inward. Watching the price. This is BPR. So I don't want to see a reprice over there, which means it's already repriced down.
balanced price range. So repriced fair value, BC, and people are trying to go short here, and here more stops are building. Considering this as stops instead of buy side, both are same, but still I would like to call it as stops. Yeah, stops. Because it's already balanced, I don't want to see a deep retracement over there. And another partials over there, നമ്മൾ partials എടുത്തിട്ടുണ്ട്. Because of the spread നമുക്ക് partials കിട്ടില്ല, so I'm manually exiting partials. So partials there, and final TP running here, and we are below here. So എങ്ങനെയുണ്ട് ട്രേഡ്? ഈ ഒരു ട്രേഡിനെ ഇങ്ങനെയുള്ളതിന് ഞാൻ വിളിക്കുന്നതാണ് ടൈം മെഷീൻ. ഐ കോൾ ഇറ്റ് ആസ് ടൈം മെഷീൻ. അല്ലെങ്കിൽ എൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റാണിത്, ടൈം മെഷീൻ. ഈ ഒരു ട്രേഡ് ഞാൻ ഒബ്വിയസ്ലി സ്ക്രീൻഷോട്ട് ഇടാം. ഹിയർ വി ഗോ. That's our more than 1:2. I'm okay being SL here because everything is clear here. So another form of manipulation is okay because 15 minutes കഴിഞ്ഞാൽ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ലൈക്ക് നല്ല രീതിയിൽ തന്നെ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുന്നതാണ്. സോ ഒരു അനദർ മാനിപ്പുലേഷൻ കിട്ടിയാലും ഐ ഡോണ്ട് കെയർ ബിക്കോസ് ഐ എം ബ്രേക്ക് ഈവൻ. ബട്ട് I think I'm in a safe position because ഒരു ക്ലീൻ റണ്ണിൽ ഇഫ് പ്രൈസ് വാണ്ട് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ പ്രൈസ് ബുള്ളിഷ് ബൈ എടുക്കണമെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു സീ എ ഡീപ്പ് റീട്രേസ്മെൻറ്റ് ബിലോ ഹിയർ. സോ ദാറ്റ്സ് മൈ സ്റ്റോപ്പ് ലോസ് ഹിയർ. Otherwise it's okay to be stop loss. It's okay to be stop loss. ആൻഡ് ഇത് സ്റ്റോപ്പ് ലോസ് ട്രേഡ് ആണെങ്കിലും ഐ എം എക്സ്പെക്റ്റിംഗ് ഇറ്റ് ആസ് എ നോർമൽ റീട്രേസ്മെൻറ്റ് ടു ഗോ ഫോർ ബൈ. ബട്ട് ദിസ് ഈസ് മൈ ഫൈനൽ ട്രേഡ് ഓഫ് ദ വീക്ക്. ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. സോ ലെറ്റ്സ് വാച്ച്. People are so happy. ഇവിടെ ഷോട്ട് ചെയ്ത ആൾക്കാരെല്ലാം ദേ ആർ ഹാപ്പി ആൻഡ് ലെറ്റ് ദം ബി. ഓക്കെ, ആൻഡ് ഫൈനലി ആൽഗോരിതം ഡെലിവർ ചെയ്യുന്ന എങ്ങനെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ടോക്ക് ടു ദ മാർക്കറ്റ്. ആൻഡ് ഞാൻ എപ്പോഴും എൻ്റെ മെമ്പർഷിപ്പിൽ ഞാൻ പറയുന്നൊരു സംഭവമാണ് ടോക്ക് ടു ദ മാർക്കറ്റ്. ഓരോ ക്യാൻഡിൽസ് ആർ ടെല്ലിങ് ദ സ്റ്റോറി. ഓരോ candles and displacements and breakaways and wicks are telling the story, and see how it's react and how it's showing us if it is bullish. അങ്ങനെയാണ് ഒരു ഓർഡർ ഫ്ലോ മനസ്സിലാക്കുക. സോ ഐ ഡോണ്ട് യൂസ് ബയാസ് എന്ന് പറയുമ്പോൾ എനിക്ക് വേറൊരു രീതിയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ കണ്ടതുപോലെ തന്നെ. സോ എനിക്കൊരു നറേഷനുണ്ട്. ഞാൻ നറേറ്റ് ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗോ ഫോർ എൻട്രി. ഇപ്പം നറേറ്റ് ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റ് എൻട്രി എടുത്തു. ഇഫ് ഇറ്റ് ഈസ് SL, എൻ്റെ നറേഷൻ അവിടെ റോങ് ആണ്. സോ ഐ നീഡ് ടു ചേഞ്ച്. എൻ്റെ ആ ഒരു നറേഷൻ റോങ് ആണ്. അപ്പോൾ എഗെയിൻ ആ ഒരു സെയിം സ്റ്റോറി കൊണ്ട് ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് പോയിട്ടൊരു കാര്യമില്ല. ഐ നീഡ് ടു ചേഞ്ച് ദ സ്റ്റോറി. സോ അതേപോലെയാണ് ഞാൻ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ ഇഫ് ഐ ആം റോങ് സൈഡ് ഓഫ് ദി മാർക്കറ്റ്, the best scenario for me is stop loss. The worst scenario is nothing. So അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. സംടൈംസ് സ്റ്റോപ്പ് ലോസസ് ആർ ബ്ലെസ്സിങ്, നോട്ട് സംടൈംസ്, ഓൾ ദ ടൈംസ്.
because it's giving you the another opportunity, uh, like right, because the end of the day, that's the matter. Just watching the price and doing nothing, watching the price, doing nothing, watching the price, doing nothing. That's how you learn to read the price. That's how you learn to read the price. Anyway, let's watch. Okay, I'm going to cut the video. ഇത് നല്ല രീതിയിൽ തന്നെ ലോങ് ആവും. അതർവൈസ് ഇത് റൺ ചെയ്യട്ടെ വാട്ട് ഓർ ഇറ്റ് ഈസ്, ആൻഡ് ഐ വിൽ ഫാസ്റ്റ് ഫോർവേഡ്. So that's it. That's the trade. So I hope you enjoyed the day trading. Bye.